മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്ത മധുവിധുരാവുകളെ കിട്ടില്ല, വിളിച്ചാൽ കിട്ടില്ല. അതിപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ. ഹലോ, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? കണ്ട പ്രായം തോന്നുന്നേ ഉള്ളു, കിട്ടി തുടങ്ങിയിട്ടില്ല. എന്ത് പെൻഷൻ? പൊട്ടാക്കണാപ്പി പെൻഷൻ കിട്ടുന്നുണ്ടോന്നല്ലേ ചോദിച്ചേ? പെണ്ണുമുള്ള ലേബർ റൂമിൽ കയറ്റിയേക്കുമല്ലേ? തനിക്ക് ടെൻഷൻ ഉണ്ടോ? പിന്നെ ടെൻഷനിലായിരിക്കും. ആണോ? പക്ഷേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ സിമ്പിൾ കേസാണ്. പിന്നെ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ ലേബർ റൂമൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ BP കൂടും. അങ്ങനെ BP കൂടി ചിലപ്പോൾ ഇനി ഈ കൊച്ചിന് കളർ വ്യത്യാസം വരുമോ, അല്ല പെണ്ണുമുള്ള അവിടെ വെച്ച് മരിച്ചു പോകും, അങ്ങനെയുള്ള അല്ല ടെൻഷൻ അടിക്കേണ്ട. അല്ല ടെൻഷൻ അടിക്കേണ്ട യാതൊരു കേസുമില്ല, ടെൻഷൻ്റെ കേസൊന്നുമില്ല. അത് അതൊക്കെ നിസ്സാര കേസാണ്. ആവശ്യമില്ല. ആദ്യത്തെ പ്രസവമാണോ? ഞാൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇടോ, പെണ്ണുമ്പിള്ളയുടെ ആദ്യത്തെ പ്രസവമാണോ? കന്നിയാ. ആണോ? അപ്പൊ ഞാൻ കഞ്ഞി മേടിച്ച് കുടിച്ചിട്ട് കഞ്ഞി കൊടുത്തിട്ട് കഞ്ഞിയായിട്ട് വന്നിരിക്കുന്ന കന്നിയെ ടെൻഷൻ കൊണ്ടാണോ ഒന്നും കിട്ടുന്നില്ലല്ലോ. ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താന്ന് ഞാനറിയാം. നമ്മളിതൊക്കെ സിമ്പിൾ. അണ്ണന്റെ ആദ്യത്താണോ? എൻ്റെ ഇതുകൂടെ കൂട്ടി ഈ വർഷത്തെ ആദ്യത്തെ. ഈ വർഷത്തെ ആദ്യത്തെ? അപ്പൊ എല്ലാ വർഷവും? എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും വരുമോ? അത് എല്ലാ വർഷവും അതിശയം. എല്ലാ വർഷവും ഓണം വരത്തില്ലേ? ഉണ്ട്. എല്ലാ വർഷവും ക്രിസ്മസ് വരത്തില്ലേ? ഉണ്ട്. എല്ലാ വർഷവും റംസാൻ വരുമോ? ഉണ്ട്. പിന്നെ എനിക്ക് എന്തുകൊണ്ട് വന്നുകൂടെ? ആഘോഷമാക്കി എടുത്തേക്കണം. ആഘോഷം മാത്രമല്ല, എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം എല്ലാ വർഷവും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സന്തോഷം. പിന്നെ ഇതേ പേര് എന്താന്ന് പറഞ്ഞു? അങ്ങനെയൊന്നും ഇല്ലണ്ണ. പേരില്ലേ? അല്ല, പേരുണ്ട്. ഞാൻ അച്ഛനും നമുക്ക് ഒരു മോനാ, ഒറ്റ മോനേ ഉള്ളു. അപ്പൊ ഉരുളി കമഴ്ത്തി ഉണ്ടായതാ. അപ്പൊ ഈ താലോലിച്ച് എന്നെ വളർത്തിയതേ. അപ്പൊ താലോലൻ എന്നാ പേരിട്ടേക്ക്. താലോലൻ. എത്ര വയസ്സുണ്ട് ഇപ്പൊ? ചിങ്ങം വരുമ്പോ 38. ചിങ്ങം വരും. ഇങ്ങനെയാണെ ചിങ്ങം വരും. ഇവിടെ 38 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ തനിക്ക് നാണം ഉണ്ടോ ഈ താലോലൻ എന്നുള്ള പേരും കൊണ്ട് നടക്കാൻ? അല്ലെ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാർ പയ്യന്മാരെ കളിയാക്കത്തില്ല. തനിക്ക് നാണം? അച്ഛനും അമ്മയും അങ്ങനെ പലതും പറയും. നമ്മൾ വേണം നമ്മുടെ ഒരു പേര് അങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് കേട്ടോ. ആ പേര് മാറ്റാൻ നടക്കടാ. ഒരു കാര്യം ചെയ്യ്, ലോലൻ, അത് മതി. ലോലൻ. നാട്ടുകാരൊക്കെ എന്നെ ലോലാതെ വിളിക്കണം. ഞാൻ പറഞ്ഞ കറക്റ്റ്. അണ്ണന്റെ അടുത്തൊരു ഗമ കിട്ടാൻ വേണ്ടി ഞാൻ മൊത്തം പേര് താലോലൻ പറഞ്ഞതാ. ഈ താലോലനാകുമ്പോ ഭയങ്കര ഗമയാ. ഋതുരാഷ്ട്രം എന്നൊക്കെ പറയുന്ന ഒരു ഗമയുള്ള പേരാ താലോലൻ. അണ്ണന്റെ പേരെന്താ? എന്റെ പേര് സോമശേഖര പണിക്കർ. ഒരാൾക്ക് 3 പേര്. അതെന്തെന്നറിയാമോ? ഞങ്ങളുടെ അച്ചായിക്കും അമ്മച്ചിക്കും ആണെങ്കിലേ 3 പിള്ളേർ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവര് എന്ത് ചെയ്യാനാ, ദൈവം കൊടുത്തില്ല, ഞാൻ ഒറ്റ മോനായി പോയി. അപ്പൊ ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ആ 3 പേര് എനിക്കെടുത്തിട്ട് സോമശേഖര പണിക്കർ. അവർക്ക് 10 പിള്ളേര് വേണമെന്നായിരുന്നെങ്കിൽ പോകും. SSLC ബുക്കിൽ പോലും കൊള്ളിക്കാനൊക്കത്തില്ല. പിന്നെ ഈ പെണ്ണുമ്പിള്ളേരുടെ പേരെന്നാണ്? ശ്യാമള. അതെന്റെ വൈഫിന്റെ പേര്. തന്റെ വൈഫിന്റെ പേര്? എന്റെ ഭാര്യയുടെ പേര് ശ്യാമള. ശ്യാമള എന്നാണ് പേര്? എന്റെ വൈഫിനെ ശ്യാമള, തന്റെ വൈഫ് ശ്യാമള. ഞാൻ KP ശ്യാമള. ഞാൻ PP ശ്യാമള. എനിക്കറിയാം. എന്റെ പേര് താലോലൻ എന്നാണ് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചിരിച്ചിരിച്ച് ചാകും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലമായി. ഇനിയിപ്പോ ഈ അടുത്ത മാസം 18-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടുഡേ. അല്ല, ടുഡേ അല്ല, അന്നാ. അപ്പൊ ആ ഡേ. ഓക്കെ. എത്ര ആളെ കല്യാണം കഴിഞ്ഞിട്ട്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ഉള്ളൂ. ഭാര്യക്ക് 10 മാസം. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ഉള്ളൂ, ഭാര്യക്ക് 10 മാസം. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ഭാര്യക്ക്. അല്ല, അതിനകത്ത് ചെറിയ കണക്കിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. ഇത് തന്നെയാണ് തങ്കമാമൻ പറഞ്ഞത്. തങ്കമാമയാര്? എന്റെ അമ്മ. എന്റെ അമ്മയുടെ പേര് ചിന്നമ്മാമ. എല്ലാ എന്നാ തങ്കമാമ എന്നോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ഉള്ളൂ, പിന്നെ ഇവക്ക് എങ്ങനെ 10 മാസം? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കണക്ക് തെറ്റല്ലേ? പിന്നെ കണക്ക് തെറ്റല്ലേ? അപ്പൊ തന്നെ ഞാൻ അവിടെ അടുത്ത് പോയി ചോദിക്കണം. മൂക്കിന് താരം മീശയുള്ള ആണുങ്ങളാണ് ചോദിക്കണം. അതാണ്. തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, തനിക്ക് മൂക്കിന് താരം മീശയില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ ചോദിച്ചോ? അപ്പൊ ശ്യാമള എന്നോട് പറയണേ കണക്ക് കറക്റ്റ് ആണ്. അണ്ണാ 6 4 ഒന്ന് കൂട്ടി നോക്കിയാ 10 അല്ലേ? 6 4 10. അത് കണക്ക് കറക്റ്റ് അല്ലേ? 6 4 10 അല്ലേ? അല്ലേ, എന്നാലും ഈ 4ന്റെ ഒരു കണക്ക് ഇടയ്ക്ക് വന്നു. അതാണ്. അണ്ണാ 6 4 10 ആണ്. അപ്പൊ അവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് കണക്ക് 6 4 10. സംഭവം ശരിയാണ്. അത് ഈ 4ന്റെ ഒരു കണക്ക് ഇടയ്ക്ക് വരുമ്പോഴേ അതാണ് ഈ മിസ്റ്റേക്ക് വരും. മനസ്സിലായിപ്പോയി? 4 6 4 എവിടെ നിന്ന് വന്നു? അതാണ് വിഷയം. 4 കുഴപ്പമല്ലേ? 4 ആണ് കുഴപ്പം. മനസ്സിലായ? അപ്പൊ എനിക്ക് ശ്യാമളൊക്കെ കണക്ക് തെറ്റിപ്പോ, അതാ കുഴപ്പം. നിന്റെ കണക്കാണ് തെറ്റിയത്. ശ്യാമളയുടെ കണക്കൂട്ടിൽ കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെ ദൈവം തന്നെ അല്ലേ? അതിനിപ്പോ ദൈവത്തെ കുറ്റം പറയാല്ല. പിന്നെ ഡോക്ടറെ, ട്രിപ്പിന്റെ കാര്യം എന്തായി? ട്രിപ്പിന്റെ കാര്യം നമുക്ക് ഊട്ടി വിളിച്ച് വേറെ എവിടെ വേണേലും. ഓ,
ആ ട്രിപ്പ് അല്ല 17-ാം വാർഡിൽ കിടക്കുന്ന രോഗിയുടെ ട്രിപ്പിന്റെ കാര്യം ചോദിച്ചു. ആ ട്രിപ്പ് പറഞ്ഞില്ല, ഞാൻ ഊട്ടിക്ക് പോണ കാര്യം ഇരിക്കുന്നു. അല്ലെങ്കിൽ ഊട്ടിയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മ ഉള്ളൂ. അതെങ്ങനെ മറക്കും സിസ്റ്ററെ? എന്റെ ഹണിമൂൺ ഊട്ടിയിൽ വെച്ചായിരുന്നു ഞങ്ങൾ ആഘോഷിച്ചത്. ഞാനും ഭാര്യയും കൂടി ഊട്ടിയിൽ ചെന്ന് വണ്ടി ഇറങ്ങുമല്ല, ഞാൻ പെട്ടുപോയെന്നേ. അയ്യോ എന്താ? എനിക്ക് ഊട്ടിയിലെ വഴിയൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ഭാര്യയ്ക്ക് ഊട്ടിയിലുള്ള സകലമായ മൂട് വഴികളും അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ കറങ്ങി അടിച്ചിങ്ങനെ നടന്ന് ഒരു ഹോട്ടലിടപ്പ് ഞാൻ റെഡി, നമുക്ക് ആ ഹോട്ടലിൽ റൂം എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറയാ, അയ്യോ ചേട്ടാ ആ റൂം അവിടെ എടുക്കരുത്, അവിടെ പോലീസിന്റെ റെയ്ഡ് ഉണ്ടെന്ന്. അല്ല നമുക്കെല്ലാം അറിയാലോ. അങ്ങനെ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വേറെ ഹോട്ടലിൽ ചെന്ന് അവിടെ ചെന്ന് റിസപ്ഷനിലോട്ട് കയറുമല്ല, അവിടെ ഇരുന്ന പയ്യൻ ചാടി ഇരുന്നിട്ട് എൻ്റെ അമ്പിളിയൊക്കെ എത്ര നാളായി കണ്ടിട്ട് കമ്പിളി നാരങ്ങ ഒരു അമ്പിളിയൊക്കെ ഇപ്പോൾ തണ്ണിമത്തം പോലെ ആയാലോ എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹവും പറിച്ചു. ഞാനങ്ങ് ചമ്മി പോയെന്നിട്ട് എന്നെ അവന് പരിചയമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ ഇങ്ങനെ കിടന്ന് രാത്രി 12 മണിയപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ഉണ്ട്, പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു. ഞാനങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഹണിമൂൺ ട്രിപ്പൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, ചേട്ടൻ പൊക്കോളാം പറഞ്ഞു. ഞാൻ നേരെ കയറി ഇങ്ങ് പോരുകയും ചെയ്തു. അപ്പൊ അമ്പിളി ചേച്ചി അവളവിടെ ഊട്ടിയിലെ സകലമാന കൂടികൾ അറിയാലോ, അവളെങ്കിലും കയറി പോന്നോളൂ. ഡോക്ടറെ എനിക്കൊരു സംശയം. എന്താണ് സംശയം? ഇതാ ഈ എഴുതിയിരിക്കുന്നത് സുധിയാണോ സുചിയാണോ, എന്താ ഇത്? എന്റെ പൊന്നെ സുജി, അതാണ് സുനി. ഇതോ? അല്ല സുനി, പനി വന്ന സുനി. സുനിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ വാർഡിൽ കിടക്കുന്ന സുനിയുടെ കണ്ണുള്ളിലോട്ട് കുറച്ച് ദിവസം കൊണ്ട് താഴ്ന്നു 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 വരുന്നു ഡോക്ടറെ. അത് കുഴപ്പമില്ല, ഇവിടുത്തെ ബില്ല് ഇട്ടപ്പോ കണ്ണു ഉള്ളിലോട്ട് പുറത്തോട്ട് തള്ളി തള്ളി വന്നോളും. നമുക്ക് ലേബർ റൂമിലോട്ട് പോകാം. പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ ഭാര്യയുടെ കേസ് എന്തായി? ഭാര്യയുടെ കേസ് അത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോയി ചെറുക്കുന്നല്ലേ നല്ല അങ്ങനെ ആശുപത്രിയാണല്ലോ. അല്ല, എന്റെ ഭാര്യ രാവിലെ 7 മണിക്ക് ലേബർ റൂമിൽ കയറ്റിയാണ്. അപ്പൊ അവിടെ കാര്യം എന്തായെന്ന് അറിയാം. ഭാര്യയുടെ പേരെന്തായിരുന്നു? സോമശേഖര പണിക്കർ. അല്ല അല്ല, എന്റെ പേരാണ് സോമശേഖര പണിക്കർ. തന്റെ പേരാണ്? ഭാര്യയുടെ പേര് ശ്യാമള. ഭാര്യയുടെ പേര് ശ്യാമള. പി ശ്യാമള. അല്ല അല്ല പി പി ശ്യാമളയുടെ ഭർത്താവ് താലോലൻ. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഓക്കെ, അപ്പൊ പി പി ശ്യാമള. ഓ വെരി അർജന്റലി മാറ്റേഴ്സ്. എന്ത് പണിയാ കാണിച്ചത്? നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ച് ഇവിടെ ഇരുന്നിട്ട് അവര് അർജന്റീനയുടെ കളി കാണാൻ പോണെന്ന് പറഞ്ഞു പോയി. അർജന്റീനയുടെ കളി എന്ന് പറഞ്ഞിട്ട് അവര് അർജന്റീനയുടെ കളി കാണാൻ പോകുന്നല്ല പറഞ്ഞ. പിന്നെ തന്റെ ഭാര്യ പി പി ശ്യാമളയ്ക്ക് അർജന്റാണ്, അവര് ലേബർ റൂമിലോട്ട് അത്യാവശ്യമായിട്ട് പോയതാന്ന് പറഞ്ഞു. എന്തായാലും കൊച്ചിന് ഞാൻ പേരിട്ട് ഇവിടെ നിന്ന് ഇത്ര ആദ്യം എടുത്തപ്പോ ആണാണേലും പെണ്ണാണേലും ആദി പേരുള്ള എന്റെ പൊന്നോ. ഇത് രാവിലെ 7 മണിക്ക് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ വെള്ളം പോലും കുടിച്ചില്ല. ഒരു ഉത്തരവാദിത്തം ഇല്ല. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഉത്തരവാദിത്തം. തമാശ കാണിക്കുന്നോ? അയ്യോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ തമാശയില്ല. കൂടുതൽ വേലത്തരം കാണിക്കണ്ട. ഈ ബില്ലിലുള്ള മരുന്നൊക്കെ വാങ്ങിട്ട് വന്നേ. ഓ, എല്ലാം മേടിക്കാം. അത് ഈ ബ്രെഡും ജാമും ഇതിനകത്ത് അത് കുട്ടിക്ക് വേണ്ടിട്ടാ. അയ്യോ, എന്റെ കുഞ്ഞു ജനിച്ചോടനെ ബ്രെഡും ജാമും ചോദിച്ചു. അയ്യോ, തന്റെ കുട്ടിയല്ല. പിന്നെ എന്റെ കുട്ടിയല്ല, എന്റെ ശ്യാമള എന്നെ ചതിച്ചു. എന്റെ കേൾപ്പി ശ്യാമള എന്നെ ചതിച്ചു. എന്റെ കുട്ടി. എന്റെ ദൈവമേ, എന്റെ കുട്ടി നേഴ്സറിയിൽ നിന്ന് വന്നിട്ട് വിശക്കണെന്ന് പറഞ്ഞ് അകത്തിരുന്ന് കരയുക. അതിന് വേണ്ടിട്ടാ. എന്റെ പൊന്നു സിസ്റ്ററെ, സിസ്റ്ററിന്റെ കൊച്ചിന് ഞാൻ ഈ ബ്രെഡും ജാമും ഞാൻ മേടിച്ചോണ്ട് പറഞ്ഞു നേഴ്സറിൽ പറഞ്ഞു. ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ. പേഷ്യന്റ് പെയിൻ വന്നാൽ താ നോക്കോ? പിന്നെ ഇനിയിപ്പോ പേഷ്യന്റിന്റെ പെയിനൂടെ ഞാൻ നോക്കി തരാം. മരുന്ന് പോയി വാങ്ങിട്ട് പാടോ. ആവശ്യമില്ല, ഇതെന്തൊരു ദുരിതം എന്ന് പറയുന്നത്. ഞാൻ ഈ കട്ടപ്പാണ്ടിടയ്ക്ക് ഞാൻ ഈ ബ്രെഡും ജാമും. എന്നോട് എന്തെങ്കിലും വന്ന് പറയണ്ട. എന്തേലും പറയണ്ട എന്നോട്? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ടല്ല, എന്നോട് പറയത്തില്ല. ഞാൻ കാണേണ്ട രീതി കണ്ടിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ അവര് പോകുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ട്. ഇത് നമ്മുടെ ഭാര്യയല്ലേ അകത്ത് കിടക്കുന്നത്. നമ്മളൊന്ന് നോക്കി, നമ്മൾ സിസ്റ്റർമാരും ശ്രദ്ധിക്കണം. അവരാ നോക്കണം. പോകുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഗവനിച്ചൊന്ന് നോക്കിയാൽ മതി. അല്ല, ഇത് എനിക്കറിയാം. കാരണം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒരു രീതി വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. തൂക്കുപാത്രത്തില് കഞ്ഞിയൊക്കെ വാങ്ങിച്ചു വെക്കണം കേട്ടല്ലോ. ഓക്കെ. എന്താടോ എന്താടോ തനിക്ക്? ഇവിടെ നിന്ന് കോപ്പറങ്ങളൊന്നും കാണിക്കരുത് പറഞ്ഞേട്ടോ. കേട്ടോ കളിക്കുന്നോ? തനിക്ക് എന്തിനാണോ തനിക്ക്? താൻ ആ പെണ്ണുങ്ങളിപ്പോ വായിരിക്കുന്ന ഞാൻ കേൾക്കത്തില്ലേ? ഞരമ്പ് രോഗം ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാനല്ല പറഞ്ഞത്. പിന്നെ ഒരു 500 രൂപ കാശ് കൊടുക്കണം. വാ തുറന്ന് പറയണം. കാണിച്ച് ആ പെണ്ണുമ്പളെല്ലാം പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് എന്താ ഞങ്ങളടുത്തൊക്കെ ഇങ്ങനെ നോക്കി വെക്കണമെന്നില്ല. അവര് ഡോക്ടർ ഇല്ലാത്തപ്പോ പരുന്ത് പറക്കണ പോലെ ഇവിടെ കിടന്ന് പറക്കണ കേട്ടാ. വരുമ്പോ ഒരു 500 രൂപ കാശം കൊടുത്താൽ അത്ര കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് പറയണ്ട. ഇത് മുണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഉള്ള മുണ്ടുണ്ട്. ഇത് ഊരിയാണേലും തരാം. കാര്യം നടന്നു കിട്ടിയാ മതി. പൊന്നോ. ഹലോ സിസ്റ്ററെ, ഇതിരിക്കട്ടെ. ഇതൊരു 500 രൂപ ഇരിക്കട്ടെ. ഞാൻ തന്നോട് പൈസ ചോദിച്ചോ? അല്ല, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ പൈസ ചോദിച്ചോടോ? അല്ല, ഞാൻ ഈ BP എന്നെ സ്വാധീനിക്കാൻ നോക്കുന്നോടോ? ഞാൻ അങ്ങനെ എന്റെ കുടുംബത്തിന് മര്യാദരാക്കോടോ താൻ? ഇല്ല, ഞാൻ അങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെയുള്ള വേലകളൊന്നും കാണിക്കരുത് പറഞ്ഞേട്ടോ. ഒന്നുമില്ല. എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഒന്നുമില്ല. കൊള്ളാലോ. ഒരു പ്രശ്നം. ആഹാ.
അടിച്ചിന്റെ കറ ഞാൻ പിടിക്കാം. ഞാൻ എന്ത് ചെയ്ത്? നിനക്ക് എന്തിനു സുഖമാണ് എനിക്ക്? ഇവിടെ തനിക്ക് ഭ്രാന്താണോ? തനിക്ക് വിവരമുണ്ടോ? ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എന്തോരം ക്യാമറ ഇരിക്കണത്. ഇതിന്റെ മുമ്പിൽ കൂടെ കാശ് കൊടുത്ത് അവര് മേടിക്കുവാ. എന്തൊരു മണ്ടത്തരം ഞാൻ കാണിച്ചെന്നാലും ഇതിനൊരു ഒളിവും മറയൊക്കെ വേണം. ഒളിവും മറയും വേണം. പിന്നെ ഒരു മറയത്ത് കൊടുക്കണ്ടേ? അത് ഒരു പറയണ്ടേ? ഞാൻ പറഞ്ഞ ഞാനിവിടെ ആദ്യമാണ് എനിക്ക് മണ്ണൊക്കെ ഉള്ള അതേ ഒരു മറയത്ത് കൊടുക്കണം. ഓക്കെ 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 പിന്നെ അവിടെ വെറുതെ ഒരു മറ വേണം, അത്രേ അത്രേ ഉള്ളൂ. ഓക്കെ കൊടുത്തോ. വരട്ടെ 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 കൊടുക്കാം. ഹലോ സിസ്റ്റർ, നമസ്കാരം. ഞാൻ നേരത്തെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെറിയ തെറ്റൊക്കെ പറ്റിപ്പോയി. ഫ്രീ ആണെങ്കിൽ ആ എക്സ്റേ റൂമിൻ്റെ അവിടം വരെ ഒന്ന് വരാമോ? എന്തിനാ? അല്ല, അവിടെ നല്ല ഇരുട്ടാ, അവിടെ ആകുമ്പോൾ ആരും അറിയത്തില്ല, അതാണ്. എന്തോന്നാ കാണിക്കുന്നത്? കുറെ നേരം കൊണ്ട് തന്റെ വേലകൾ ഞാൻ കണ്ടോണ്ടിരിക്കുവാണ്. എന്റെ അടുത്ത് ഇങ്ങനെ വേലകൾ കാണിച്ചോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്നെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ നേഴ്സാ. കളിക്കുന്നോ? കൊള്ളാലോ. ഓക്കെ, ആഹാ. പ്രശ്നമില്ല, വിട്ടേരെ വിട്ടേരെ പോ. ആ പി പി പോയടാ, നീ 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 വാടാ, നീ പോയിട്ട് വാടാ കേട്ടോടാ, നിനക്ക് ഞാൻ തരാം. ഞാൻ അപ്പൊ പോട്ടെ, അവനൊരു പാവല്ലേ, വിട്ടേ. അതാണ് നീ പറഞ്ഞോണ്ട് ഞാൻ വെറുതെ വിടുക കേട്ടോ. പട്ടി നാറി നീ ഇടിക്കണ്ടല്ലോ ഞാൻ. എടാ നിനക്ക് എന്തിനാ, നീ അരി കൊണ്ടാടാ എനിക്ക് കേട്ടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവരുടെ എക്സ്റേ റൂമിന്റെ ഇരുട്ടിലോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? നീ അല്ലേ പറഞ്ഞ ഒളിവും മറയായിട്ട് കൊണ്ട് കൊടുക്കാൻ? കോപ്പ ഒളിവും പറയാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാറിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ. താന് കാശൊന്നും കൊടുക്കണ്ട, ഇവിടെ ഇരുന്നു. നീ ഇവിടെ പോയാൽ നീ ആ മോർച്ചയുടെ അടുത്ത് പോയി പോ. ശരി പൊന്നോ, എന്റെ തല്ലു വിളിക്കാൻ എൻ്റെ ആവശ്യമില്ലാത്ത പോലെ. കൺഗ്രാറ്റുലേഷൻ. അയ്യോ കേപ്പി അതെ കേപ്പി. കൺഗ്രാറ്റുലേഷൻ തന്റെ കുഞ്ഞ്. അയ്യോ അയ്യോ അതല്ല അതല്ല കേപ്പിയുടെ കുഞ്ഞ്, ഇതാ. അതാണ് കേപ്പിയുടെ കുഞ്ഞ്. അത് പീപ്പിയുടെ കുഞ്ഞാ. ഇതാണ് പീപ്പിയുടെ കുഞ്ഞ്. ഇതാണ്. ദേ, കഴിഞ്ഞ 15 വർഷത്തോടെ ഞാൻ പ്രശ്നം കൊടുക്കുന്നത്, എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. അയ്യോ ഇതാണ് പീപ്പിയുടെ. അയ്യോ എനിക്ക് ആകെ ടെൻഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ആക്കല്ലേ ഡോക്ടറെ. കുഞ്ഞു മാറിപ്പോയി, ശരിയാക്കാൻ മതിയല്ലോ. ഡോക്ടറെ, അയാളുടെ കയ്യിൽ ഇരിക്കുന്നത് വാ. പീപ്പിയുടെ ഇങ്ങ് കുഞ്ഞാണ്. വാ, ഞാൻ റെഡിയാക്കി തരാം. ഇങ്ങ് വാ. ഓരമ്മ കട പോയി ഒരു ഡസം വള വാങ്ങി, വളയുടെ നിറമെന്ത്? പിപ്പി, പിപ്പി, കേപ്പി, പിപ്പി, കേപ്പി. ഇതാണ് കേപ്പിയുടെ കുഞ്ഞ്. ഇതാണ് കേപ്പിയുടെ കുഞ്ഞ്. ഓക്കേ, ഓ, കേസ് വിളിച്ച് എന്താ ആശ്വാസം. ഓക്കേ, പേര് അടുത്ത പ്രശ്നം കൊടുക്കട്ടെ. ഓക്കേ. ഹലോ, ഡോക്ടർക്ക് ഒരു അബദ്ധം പറ്റിയതാ. ഇതാണ് നിങ്ങളുടെ കുഞ്ഞ്. അല്ല ഡോക്ടർ പറഞ്ഞു ഇതാണ് എന്റെ കുഞ്ഞ്. ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണേ. അപ്പൊ ഇതാണോ പിപിയുടെ? ഇത് പീപ്പിയുടെ കുഞ്ഞാണ്. കൊടുക്കേ. അല്ല ഇതെന്റെ ഇതാട്ടോ നിങ്ങളുടെ കുഞ്ഞ്. ഇതാണോ? അതെ. ഇതാണോ? അതാണ്. ഉറപ്പാ? ഉറപ്പാ. അച്ഛയുടെ മുത്തേ, അച്ഛയുടെ ടുട്ടുടേ, അച്ഛടെ അച്ഛയുടെ പൊന്നൂസേ. ഹലോ, ഈ എനിക്ക് ഇതിന്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. എന്തേ? അച്ഛയുടെ എന്നും പറയും എനിക്ക് എന്റെ അല്ലാത്ത എന്റെ കൊച്ചിന് ഞാൻ പേരിട്ട് എന്ത്? വല്ലവൻ. വല്ലഭനല്ല, പിന്നെ വല്ലവൻ. വല്ലവൻ ഇന്റെയും ഇതേ വല്ലവന്റെയും ഇന്റെ എന്നാ? ഇന്ത്യ ഇൻസലി വല്ലവന്റെ അച്ഛയുടെ മുത്തേ, അച്ഛടെ ടുട്ടുടേ, എന്ത് കഷ്ടം. അച്ഛന്റെ പൊന്നുമാവൻ. താൻ പോയാലോ, തനിക്കും തെറിപ്പിനാ. എന്താണോ? എനിക്ക് മുഖത്ത് നോക്കി അങ്ങനെ വിളിക്കാൻ തോന്നില്ല, അച്ഛയുടെ അങ്ങനെ വിളിക്കാൻ തോന്നില്ല. എന്ത് പറ്റി? ഒന്നാമത്തെ കേസ് എന്റെ ഒരു മുഖച്ചായി ചെറുക്കനില്ല. രണ്ടാമത്തെ എന്റെ പെണ്ണുമ്പിള്ളയുടെ ഒരു ലുക്ക് ഇല്ല, അച്ഛന്റെ അമ്മ ആറില്ല. എന്റെ അല്ലാതെ തോന്നണില്ല തന്റെ. എന്റെ ഒരു ഇത് മതിയാ? ഇത് മതിയാ? അല്ല തനിക്ക് കൊച്ചിനെ വേണ്ടേ? എനിക്കിപ്പോ ഏതായാലും കുഴപ്പമില്ല. എന്താ എനിക്ക് എടുക്കാതെ അടിച്ച ലോട്ടറി ആണല്ലോ, അപ്പൊ കുഴപ്പമില്ല.